കേരളം വളരുകയാണ്. ഒരു പതിറ്റാണ്ടിനിടയിൽ പ്രകൃതി സംഹാരം കൊണ്ടും രോഗം കൊണ്ടും ജലം കൊണ്ടും മുറിവേറ്റ ഒരു ജനതയെ പ്രതിസന്ധികളിൽ തളരാതെ കൈപിടിച്ചും വികസനത്തിൽ നേട്ടങ്ങളുടെ നിറകയിലേക്ക് നയിച്ചും നമ്മൾ കേരളീയരാണെന്ന് കരളുറപ്പോടെ പറയാൻ അഭിമാനബോധം വളർത്തിയും നമ്മുടെ സർക്കാർ കേരളത്തെ നയിക്കുകയാണ്. കേരളം വ്യത്യസ്തമാണെന്ന് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ ധൈര്യം നൽകുന്ന സർക്കാർ, കാറിലും കോളിലും സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നും ഉലയാതെ നമ്മെ നയിക്കുന്ന സർക്കാർ, നഷ്ടപ്പെട്ടതെല്ലാം പുനർനിർമ്മിച്ച് നമ്മുടെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന സർക്കാർ. ആ സർക്കാർ 10 ഭരണവർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. മറ്റാർക്കും ഇതേവരെ സ്വന്തമാക്കാൻ കഴിയാത്ത ജനപിന്തുണയോടെ. നമ്മുടെ നാട് നമുക്ക് വിലപ്പെട്ടതാണ്. ഈ നാടിനെ ഇനിയും പുരോഗതി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അഭിമാനകരമായ പുരോഗതി നമുക്ക് നേടാനായിട്ടുണ്ട്. ഇതാണ് കേരളം. ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ല. 5 ലക്ഷം കുട്ടികൾ 2016 പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നു. അതോടൊപ്പം 1000 സ്കൂളുകൾ അനാദായകം എന്ന പട്ടികയിൽപ്പെടുത്തി അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തിരുന്നു. ഇവിടെയാണ് മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നത്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോവിഡ് വന്ന ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മളിവിടെ ആരോഗ്യരംഗത്തൊരുക്കിയ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിനായില്ല. കേരളത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടക്കില്ല എന്നതായിരുന്നു 2016 മുൻപുള്ള അവസ്ഥ. ആ നില തിരുത്താൻ കഴിഞ്ഞതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തടസ്സങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാതെ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് പ്രധാനം എന്ന രീതിയിൽ ഇടപെട്ടതുകൊണ്ടുമാണ് ഇപ്പോൾ നല്ല രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. 2026 എല്ലാ രംഗങ്ങളിലും മാതൃകയാണ് കേരളം. കെട്ടുറപ്പിലും വികസനത്തിലും മുന്നേറ്റത്തിലും മാത്രമല്ല, സാക്ഷരതയിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യ സൂചികയിൽ, കുറഞ്ഞ ശിശുമരണ നിരക്കിൽ, ആയുർദൈർഘ്യത്തിൽ, ടൂറിസത്തിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ, പുതിയ പദ്ധതികളിൽ തുടങ്ങി സമസ്ത മേഖലയിലും ചരിത്ര നേട്ടം കുറിക്കുകയാണ് കേരളം. എവിടെയും ഒന്നാമനാകുകയാണ് മലയാളി. കാലമേ നാം നടന്ന ദൂരമേ നാളെ നല്ലതാകുമേ. ജനാധിപത്യ ഭൂമിയെ ജനം ഭരിക്കും കാലമേ. ആഗോളവൽക്കരണത്തിന് ബദൽ സൃഷ്ടിക്കുമെന്ന നിലപാടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവനെ കൈവിടില്ലെന്ന തത്വശാസ്ത്രവും കോർത്തിണക്കിയായിരുന്നു 10 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ മാറ്റത്തിന്റെ കാഹളം മുഴക്കിയത്. ആദ്യ 5 വർഷം കൊണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ സർക്കാർ പിന്നെയും ജനപിന്തുണയോടെ 5 വർഷം കൂടി കേരളത്തെ ഉയരങ്ങളിലേക്ക് നയിച്ചു. തുടർച്ചയുടെ വാതിലുകൾ ഈ സർക്കാർ കേരളത്തിന് മുന്നിൽ പ്രതീക്ഷയോടെ തുറന്നിടുകയാണ്. വികസനത്തിൽ അടിയുറച്ച് പതറിടാതെ ചുവടുവെച്ച് കേരളം 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 ഹരിത കേരളത്തിലൂടെയായിരുന്നു കാർഷിക മേഖലയിലും പ്രകൃതി സംരക്ഷണത്തിലുമുള്ള പതിവ് കാഴ്ചപ്പാടുകളെ ജനകീയ പങ്കാളിത്തത്തോടെ 10 വർഷത്തെ ഈ സർക്കാർ മാറ്റിമറിച്ചത്.
പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടും കാർഷികോൽപാദനം വർദ്ധിച്ചു. പച്ചക്കറി ഉൽപാദനം ഇരട്ടിയാക്കി. പാലുൽപാദനത്തെ സ്വയം പര്യാപ്തതയ്ക്ക് തൊട്ടടുത്തേക്ക് നയിച്ചു. മണ്ണ് കിളയ്ക്കണതാവേശമാ, നെല്ല് കിളിർക്കണതാഘോഷമാ. കേരളത്തിന്റെ വെല്ലുവിളിയെന്ന് പലരും വിശേഷിപ്പിച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയതയുണ്ടാക്കി. മാലിന്യക്കൂനകൾ ഇല്ലാതാക്കി. ഹരിതകർമ്മസേനയെന്ന വൃത്തിയുടെ സൈന്യത്തെ ഉപയോഗപ്പെടുത്തി മലയാളി വൃത്തിയും വെടിപ്പുമുള്ളവരാണെന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിച്ചു. പത്തു വർഷം കൊണ്ട് അടിമുടി പുതുക്കിപ്പണിതത് ആരോഗ്യ മേഖലയെയാണ്. ആർദ്രമെന്ന പദ്ധതിയിലൂടെ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനം വാർത്തെടുത്തു. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും രോഗി സൗഹൃദമാക്കി. രോഗികൾക്ക് മികച്ച ചികിത്സയുറപ്പാക്കി. മെഡിക്കൽ കോളേജുകൾ മികച്ച ചികിത്സയുടെ കേന്ദ്രങ്ങളായി. നിപ്പയും പ്രളയവും കോവിഡ് മഹാമാരിയും ഉയർത്തിയ വെല്ലുവിളികളെ സമർത്ഥമായി നേരിട്ട് വെല്ലുവിളി ഏതായാലും ആരോഗ്യ കേരളം അതിനെയെല്ലാം നേരിടുമെന്ന ആത്മവിശ്വാസത്തിന് നമ്മെ പ്രാപ്തരാക്കി. ലോകം മുഴുവൻ അത്ഭുതമോടെ നോക്കാൻ വെമ്പും മുന്നേറ്റം. ആരോഗ്യത്തിൻ മേഖലയാകെ വികസന നേട്ട പടയോട്ടം. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിലവാരം കുട്ടികളുടെ ക്ലാസ് റൂമിലും കളിമുറ്റത്തും ഒരുപോലെ യാഥാർത്ഥ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന പദ്ധതിയിലൂടെ സർക്കാരിന് സാധിച്ചു. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി. 5,000 കോടിയുടെ വികസനം. അടിസ്ഥാന സൗകര്യങ്ങളിലും കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പഠന രീതിയിലും മാറ്റം വന്നതോടെ 6.79 ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ അധികമായെത്തി. ഇതെന്റെ വീട്. ലൈഫ് പദ്ധതിയിൽ കേരള സർക്കാർ തന്ന വീട്. എന്റെയും വീട്. ആരോഗ്യത്തിലും മണ്ണിലും മാത്രമായി ഒതുങ്ങാതെ കിടപ്പാടമില്ലാതെ അലയുന്നവന്റെ വേദനകളിലേക്കും കരുതലിന്റെ കാരുണ്യസ്പർശമെത്തിയ 10 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ലൈഫിലൂടെ 5 ലക്ഷം കുടുംബങ്ങളുടെ ജീവിത സ്വപ്നങ്ങളെ വിളക്കിച്ചേർത്ത് കേരളത്തിന്റെ ഭരണാകാശം കരുതലിന്റെ കുട ചൂടി. സർക്കാർ സഹായം നൽകുന്ന വീടുകൾ വെറും ഒറ്റമുറിയെന്ന സങ്കല്പത്തെ തിരുത്തി അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫ്ളാറ്റുകൾ തന്നെയാക്കി. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും സ്വന്തം വീടെന്ന സ്വപ്നവും എല്ലാവർക്കും ഭൂമി എന്ന സ്വപ്നവും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. 5 ലക്ഷത്തോളം പേർക്കാണ് ഇതിനകം പട്ടയം നൽകി ഭൂമിയുടെ അവകാശികളാക്കിയത്. ഒന്നായി നമ്മൾ ഒന്നായി നേടി മുന്നേറും കാലം എങ്ങും വീറുണർത്തുന്നു മണ്ണാകെ നമ്മൾ. നടക്കില്ലെന്ന് കരുതി പലരും ഉപേക്ഷിച്ച വികസന വഴികളിലൂടെ ജനവിശ്വാസവും ചേർത്ത് പിടിച്ചായിരുന്നു സർക്കാരിന്റെ യാത്ര. ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും കൈമുതലിറക്കിയപ്പോൾ വയനാട്ടിൽ പുതിയ ടൗൺഷിപ്പ് ഉണ്ടായി. ദേശീയപാത യാഥാർത്ഥ്യമായി. ഗെയിൽ വാതക പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തിയാക്കി. മെട്രോ റെയിലിനെ നാഴികക്കല്ലാക്കി വളർത്തിയെടുത്തു.
വാട്ടർ മെട്രോ യാഥാർത്ഥ്യമായി. ദേശീയ ജലപാതയിൽ യാനങ്ങൾ ഓടിത്തുടങ്ങി. പവർക്കട്ടില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കി. പഴയകാലം വികസനത്തിന് എതിരായ കാലം, അല്ലെങ്കിൽ വികസനത്തെ മുടക്കുന്ന കാലം, അത് ഇനി ഇവിടെ സംഭവിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിൽ ജനങ്ങൾ എത്തിയിരിക്കുന്നു. നാടുണരാൻ നവകേരളമാം പുതിയ വെളിച്ചം പാകി വിടർത്തി പണിതങ്ങനുയർത്തി നമ്മുടെ സ്വന്തം ഭരണം. വികസനത്തിന് പണമായിരുന്നു കേരളത്തെ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നം. വരവ് കുറഞ്ഞ നാട്. കിഫ്ബി എന്ന സമാന്തര സാമ്പത്തിക സമാഹരണ വഴി തേടി കേരളം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുതിപ്പ് തുടർന്നു. 1,00,000 കോടിയുടെ വികസനമാണ് കിഫ്ബിയിലൂടെ കേരളം യാഥാർത്ഥ്യമാക്കിയത്. അതിലൂടെയാണ് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഗ്രാമീണ റോഡുകളും പാലങ്ങളും മിന്നുന്ന ഫ്ലൈ ഓവറുകളും സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളുമെല്ലാം വികസന കേരളത്തിന്റെ ചാരുതയിൽ ഉയർന്നു പൊങ്ങിയത്. സമാനതകളില്ലാത്ത വികസന മാതൃക. അതാണ് കിഫ്ബിയിലൂടെ നാം നേടിയെടുത്ത നിർമ്മാണങ്ങൾ. കടമ്പകൾ പലതും തകർത്തു പടപൊരുതി വിധികളെ തകിട്ട് മറിച്ചു മുന്നേറാൻ ഒന്നൊന്നായി നാം ഒന്നായി മനമൊന്നായി നീങ്ങാം. വരുന്ന വരവിൽ പുതുചരിതകൾ പിടിച്ചെടുത്തു കുതിച്ചു കേരളം കുതിച്ചു തന്നെ കേരളം മുതിച്ചു വന്ന പാതകൾ കരുത്തുകൊണ്ട് നേടി നാം അടച്ചു വെച്ച ആശയം തുറന്നു കാട്ടി നേടി നാം ഒന്നായി വേറല്ലേ പുതിയതല്ലേ നാടാകെ പുതുമയില്ലേ ചെയ്യാത്തത് ചെയ്തു കാണിച്ചൊരു പുതു പോരാട്ടം നേരാതെ കാണലില്ലേ മലയാളം. കേരളീയർ മനസമാധാനത്തോടെ ഉറങ്ങിയ 10 വർഷങ്ങൾ കൂടിയാണ് ഈ സർക്കാർ സമ്മാനിച്ചത്. അത്രമേൽ ഭദ്രമായിരുന്നു നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം. വർഗീയ കലാപങ്ങളോ വലിയ സംഘർഷങ്ങളോ ഉണ്ടായതേയില്ല. ജനമൈത്രി പോലീസിലൂടെയും വനിതാ ബറ്റാലിയനിലൂടെയും സൈബർ പോലീസിംഗിലൂടെയുമെല്ലാം പുതുമകൾ തേടിയപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം നേടുന്ന സേനയായി പോലീസും സമാധാനമുള്ള നാടായി കേരളവും മാറി. സെറ്റല്ലേ? നമ്മൾ ഈ യാത്ര തുടരും. സ്ത്രീ എന്ന മഹനീയതയ്ക്ക് ഒരു വകുപ്പ് തന്നെ ഒരുക്കിയാണ് പിണറായി സർക്കാർ സംരക്ഷണ വലയം തീർത്തത്. നിയമപരിരക്ഷയൊരുക്കി മാനാഭിമാനങ്ങൾ സംരക്ഷിച്ചു. സാമൂഹ്യനീതി എന്ന കരുത്തുള്ള വാക്കിന് കേരളത്തിൽ വിലയുണ്ടായി. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കി. കേരളത്തെ ബാലസൗഹൃദമാക്കാൻ ബാലനിധി പദ്ധതി നടപ്പിലാക്കി. ഷീ പാഡ്, ഷീ ടോയ്ലറ്റ്, എന്റെ കൂട്, താലോലം, വിദ്യാകിരണം തുടങ്ങി ഓരോ കുടുംബത്തെയും സർക്കാർ നിരവധി പദ്ധതികളാൽ സമൃദ്ധവും സുരക്ഷിതവുമാക്കി. പ്രായാധിക്യത്താലും അശരണതയാലും കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങുണ്ടെന്ന് സർക്കാർ തെളിയിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് മരുന്നുകൾ വീട്ടിലെത്തിച്ചു. ചികിത്സ ഉറപ്പാക്കി. കോവിഡ് ചികിത്സ ഉൾപ്പെടെ സൗജന്യമാക്കി. വീട്ടമ്മമാർക്കുൾപ്പെടെ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. ക്ഷേമ സംരക്ഷണം എല്ലാവർക്കും ഉള്ളതാക്കി. ക്ഷേമ പെൻഷനുകളെല്ലാം 2000 രൂപയാക്കി. മുടങ്ങാതെ മാസം തോറും അത് വീടുകളിലും എത്തിച്ചു. 2016 കൊടും വരൾച്ചയിലും 2017 ഓഖി ചുഴലിക്കാറ്റിലും 2018 മഹാപ്രളയവും 2019 വെള്ളപ്പൊക്കവും 2020 കോവിഡ് മഹാമാരിയും 2022 നിപ്പ ഭീഷണിയും 2024 മേപ്പാടി ചൂരൽമല ദുരന്തവും ഉയർത്തിവിട്ട വെല്ലുവിളികളും മറികടന്ന് പുതിയ വികസന പാതയിലൂടെ മുന്നേറുകയാണ് നമ്മുടെ കേരളം.
2018 പേമാരിയും 20 മഹാമാരിയും പെയ്തിറങ്ങി ഓരോ മനുഷ്യനും അകത്തളങ്ങളിൽ അഭയം തേടിയപ്പോൾ അന്നത്തിന്റെയും അഭയത്തിന്റെയും സഹായധനത്തിന്റെയും ഒക്കെ രൂപത്തിൽ സർക്കാരും പുറകെയെത്തി. ആരുടെയും അന്നം മുട്ടാതിരിക്കാൻ, ആരും വിശക്കുന്ന വയറുമായി അലയാതിരിക്കാൻ 88 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഭക്ഷ്യക്കിറ്റുകളുടെ രൂപത്തിൽ സർക്കാരിന്റെ ക്ഷേമാന്വേഷണം റേഷൻ കടകളിലെത്തി. 1-2 മാസമല്ല, 1 വർഷം തുടരുന്ന സഹായമായി അത് മാറി. എല്ലാവർക്കും റേഷൻ കാർഡുകൾ നൽകി. 10 വർഷവും റേഷൻ മുടങ്ങാതെ നൽകി. അതിദരിദ്രർക്ക് പുതുജീവിതം നൽകി അതിദാരിദ്ര്യമുക്ത കേരളമെന്ന എക്കാലത്തെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഹൃദയവായ്പായിരുന്നു 10 വർഷവും പിണറായി സർക്കാർ. വിദ്യാഭ്യാസത്തിലെ പിന്നാക്കാവസ്ഥയും വരുമാനക്കുറവും ഭൂസ്വത്തിന്റെ പരിമിതിയും അലട്ടിയിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സർക്കാർ മുൻഗണന നൽകി ഒപ്പം ചേർത്തു. പട്ടികജാതി വിഭാഗത്തിന് 22,284 കോടി രൂപയുടെ പദ്ധതികളും പട്ടികവർഗ വിഭാഗത്തിന് 8,187 കോടി രൂപയുടെ പദ്ധതികളും നടപ്പിലാക്കിയ സർക്കാർ പഠനമുറി മുതൽ ഗോത്രബന്ധു വരെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഭൂസംരക്ഷണം, വിതരണം, നിയമങ്ങളുടെയും രേഖകളുടെയും പരിപാലനം എന്നിവ ജനപങ്കാളിത്തത്തോടെയായിരുന്നു 10 വർഷവും സർക്കാർ നടപ്പിലാക്കിയത്. ആവശ്യങ്ങൾക്കായി മിക്കപ്പോഴും ജനങ്ങൾ ഓടിയെത്തുന്ന എല്ലാ സർക്കാർ ഓഫീസുകളെയും ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കി. ഓഫീസുകളിൽ കയറിയിറങ്ങി സർക്കാർ സേവനങ്ങൾ സ്വന്തമാക്കിയിരുന്ന കാലത്തെ ഓർമ്മയാക്കി എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കി മാറ്റി. ഇ ഗവേണൻസ് വ്യാപകമാക്കി. നമസ്കാരം, ഇവിടുത്തെ ബിൽഡിംഗ് ടാക്സ് ഡ്യൂ ഉണ്ട്. ഒരു മിനിറ്റ്. അടച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ശരി ചേച്ചി. നീ അടച്ചല്ലേ? മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സേവനങ്ങൾ ഒറ്റക്ലിക്കിൽ ലഭ്യമാകുന്ന സർക്കാർ ആപ്പ് ഇനി മലയാളിക്ക് സ്വന്തം. ഉന്നത നിലവാരത്തിലേക്കാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വളർച്ച. ഈ രംഗത്തെ കച്ചവടമാക്കിയിരുന്ന പ്രവണതയ്ക്ക് വിരാമമിട്ടും അനിശ്ചിതമായി നീണ്ടുപോയിരുന്ന പ്രവേശന നടപടികൾക്കും പരീക്ഷാ ഫലപ്രഖ്യാപനങ്ങൾക്കും സമയക്ലിപ്തത നിശ്ചയിച്ചും 4 വർഷം ബിരുദം ഏർപ്പെടുത്തിയും ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് സർക്കാർ തുടക്കമിട്ടു. തകർച്ചയുടെയും അടച്ചുപൂട്ടലിന്റെയും വക്കിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതിയ ചരിത്രമെഴുതുകയായിരുന്നു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമൊപ്പം വൈവിധ്യവൽക്കരണത്തിനുള്ള നടപടികളും സ്വീകരിച്ചതോടെ ഇതാദ്യമായി കേരളത്തിലെ 20 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി. അടച്ചുപൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെൽ, പുനലൂർ പേപ്പർ മിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. ഭരണരംഗത്ത് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും IT രംഗത്ത് പുതിയ കാലത്തിനൊപ്പം വർഷം തോറും 9,000 കോടി രൂപയുടെ കയറ്റുമതിക്കൊപ്പം കേരളത്തിന്റെ കരുത്തിനെ ചേർത്തുവച്ചും നാം വളരുകയാണ്. 4 ലക്ഷത്തിലധികം ചെറുകിട സംരംഭങ്ങളുടെ ഗുണനിലവാരവും മത്സരശേഷിയും ഒരു വശത്തും 7,000-ഓളം സ്റ്റാർട്ടപ്പുകൾ മറുവശത്തുമായി നിലകൊണ്ട് കേരളം വ്യവസായ രംഗത്ത് മാതൃകയാവുകയാണ്. കേരളത്തിന്റെ പ്രകൃതിദത്തമായ ആകർഷണങ്ങളെ ടൂറിസം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലും ടൂറിസത്തെ ഒരു പ്രമുഖ വ്യവസായമാക്കി വികസിപ്പിക്കുന്നതിലും പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ വിജയിച്ചു. ഹെലി ടൂറിസം, കാരവൻ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കി.
ജനക്ഷേമകരമായ സമീപനങ്ങളിലൂടെ അവശ്യകാലത്തെ ക്ലേശങ്ങൾ കുറയ്ക്കുക എന്ന ദൗത്യം വിജയകരമായാണ് പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കിയത്. 2016 കേവലം 600 രൂപയായിരുന്ന പ്രതിമാസ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000 രൂപയിൽ എത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആരുടെയും ഔദാര്യമല്ല, പെൻഷൻ എന്നത് അവകാശമാണെന്ന ബോധം സൃഷ്ടിച്ച് 60 കഴിഞ്ഞവർക്കും അവശതകൾ അനുഭവിക്കുന്നവർക്കും ആരുടെയും മുൻപിൽ കൈനീട്ടാതെ അന്തസ്സായി ജീവിക്കാൻ സർക്കാർ അവസരമൊരുക്കി. യുവജനങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന മെറിറ്റ് സ്കോളർഷിപ്പ്, വിദേശ പഠനത്തിന് അവസരമൊരുക്കുന്ന വിവിധ പദ്ധതികൾ എന്നിവയെല്ലാം നടപ്പിലാക്കുന്ന നാടുകൂടിയാണ് ഇപ്പോൾ കേരളം. പ്രളയകാലത്തെ കേരളത്തിന്റെ രക്ഷാസേനയായിരുന്നു തീരദേശവാസികൾ. അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും ജീവിത ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്നതിനും 10 ലക്ഷം രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതി മുതൽ സാഫ് മുഖേന ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കി സുസ്ഥിര വരുമാനം ഉറപ്പാക്കാനും 10 വർഷത്തിനിടെ സർക്കാരിന് സാധിച്ചു. മത്സ്യഫെഡിനെ മത്സ്യത്തൊഴിലാളികളുടെ ആശാകേന്ദ്രമാക്കി. 1000 കോടി രൂപ ചെലവിട്ട് മത്സ്യബന്ധന തുറമുഖങ്ങൾ നവീകരിച്ചു. മത്സ്യത്തിന്റെ അടിസ്ഥാന വില നിശ്ചയിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശം നൽകി. അതിവേഗമാണ് അഭിനവകാലത്തെ അടയാളവാക്യം. അതിന് ബലമേകുന്ന യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഗതാഗത മേഖലയെ ഈ സർക്കാർ പുരോഗതിയിലേക്ക് നയിച്ചത്. എല്ലാ താലൂക്കുകളിലും RT ഓഫീസുകൾ ഒരുക്കിയും ജലഗതാഗത രംഗത്ത് പുത്തൻ യാത്രാ ബോട്ടുകൾ നീറ്റിലിറക്കിയും ടിക്കറ്റുകൾ റിസർവ് ചെയ്യാൻ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയും പരിസ്ഥിതി സൗഹൃദ ഗതാഗത രീതി അവലംബിച്ചും KSRTCയുടെ നവീകരണം ഉറപ്പാക്കി. വർഷങ്ങളായി നഷ്ടത്തിലോടിയിരുന്ന KSRTCയെ ലാഭത്തിലാക്കി. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകി തുടങ്ങി. കേരളം തൊഴിൽ സംസ്കാരത്തിനിന്ന് ഇന്ത്യക്കാകെ മാതൃകയാണ്. തൊഴിൽ സൗഹൃദ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന പെരുമയോടെ പുതിയ തൊഴിൽ നയം രൂപീകരിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കിയ ഹൃദയഭൂമിയാണ് നമ്മുടെ നാട്. 89 തൊഴിലുകൾക്ക് മിനിമം കൂലി നിശ്ചയിച്ചു. ടെക്സ്റ്റൈൽസുകളിലും മറ്റും ഇരിക്കാനുള്ള അവകാശം ഉറപ്പാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര അവഗണനയ്ക്കിടയിലും കേരളത്തിന്റെ ശ്രദ്ധയത്രയും എല്ലാവർക്കും മികവുറ്റ ജീവിതം ഉറപ്പാക്കുന്നതിലായിരുന്നു. അതിലൂടെ ലോകരാഷ്ട്രങ്ങളോട് താരതമ്യം ചെയ്യാനാകും വിധം സുസ്ഥിര വികസന സൂചികയിൽ കേരളത്തെ ഈ സർക്കാർ മുൻപന്തിയിലെത്തിച്ചു. അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ കുനിയാത്ത ശിരസുമായി ആരോപിച്ചവർക്ക് വികസന ഭൂപടം നിവർത്തി മറുപടി നൽകിയും പ്രതിഷേധിക്കാനുള്ളതിനെല്ലാം സമരമുഖം തീർത്തും ഈ സർക്കാർ 1 പതിറ്റാണ്ടായി കേരളത്തെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. സർക്കാരിന്റെ ശക്തിയും ദൗർബല്യവും ജനങ്ങൾ മാത്രമാണ്. അവരുടെ ആവശ്യങ്ങളും നാടിന്റെ വികസനവും നിറവേറ്റി ഈ നന്മകൾ തുടരട്ടെ. സർ, ഞങ്ങൾ നുണകളിയൊന്നും ആശ്രയിക്കുന്നവരല്ല. ഞങ്ങൾക്ക് വസ്തുതകളാണ് പ്രധാനം. ആ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നാടിനെ ഏതെല്ലാം രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. തികഞ്ഞ സംതൃപ്തി ഈ 15ാം കേരള നിയമസഭയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാൽ ആകാവുന്ന വിധം നാടിനെ നല്ല രീതിയിൽ ഉയർത്താനും വളർത്താനും സാധിച്ചിട്ടുണ്ട് എന്ന സംതൃപ്തി തന്നെയാണുള്ളത്. Kerala,